സോ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മൾ നോക്കുന്നത് ടെക്നോളജി ആൻഡ് കോമ്പറ്റീഷൻ. സോ ടെക്നോളജി ആൻഡ് കോമ്പറ്റീഷൻ, ടെക്നോളജിയും അത് എങ്ങനെയാണ് കോമ്പറ്റ് ചെയ്യണത്. സോ ബോത്ത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് എൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് പറയാം. സോ ടെക്നോളജി കോമ്പറ്റീഷൻ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ് വേൾഡിനെ ഷേപ്പ് ചെയ്യുന്നത്. ചിന്തിച്ച മനസ്സിലാകുന്നുള്ള ഒരു ഭാഗത്ത് ടെക്നോളജി, ഒരു ഭാഗത്ത് കോമ്പറ്റീഷൻ. ടെക്നോളജി നമ്മൾ അഡ്വാൻസ് ചെയ്ത് വന്നാൽ മറ്റേ ഭാഗത്ത് പല കാര്യവും കോമ്പറ്റീഷൻ ഉണ്ടാവും. സോ ടെക്നോളജി റെഫേഴ്സ് ദ ടൂൾ. നമുക്കറിയാം ടൂൾസ്, പ്രോസസ് ആൻഡ് മെത്തേഡ്സ് യൂസ് ടു ക്രിയേറ്റ്, പ്രൊഡ്യൂസ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ്. എന്തെങ്കിലും ഒരു സർവീസിനെ ഗുഡ്സോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, പ്രോസസ്സ്, ഐഡിയാസ്, നോളജ്, അതൊക്കെയാണ് ടെക്നോളജി. കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എന്താ? റൈവലറി ബിറ്റ്വീൻ ബിസിനസ്സസ് ഫോർ കസ്റ്റമർ, മാർക്കറ്റ് ഷെയർ, പ്രോഫിറ്റ്. മാർക്കറ്റിനും കസ്റ്റമേഴ്സിനും പ്രോഫിറ്റ്സിനും വേണ്ടി ഉണ്ടാകുന്ന ഒരു കൊമ്പ് കോർക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ റൈവലറി. ഇതൊക്കെയാണ് കോമ്പറ്റീഷൻ. സോ ടുഗദർ ടെക്നോളജിയും കോമ്പറ്റീഷൻ ഒരു ഇന്നോവേഷൻ ഡ്രൈവ് ചെയ്യാനും എഫിഷ്യൻസിക്കും നമ്മുടെ എക്കണോമിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാനും വളരെ ഇമ്പോർട്ടൻറ്റ് മേജർ റോളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം കോമ്പറ്റീഷൻ വരുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ത്വര, പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആവേശം, ഇതൊക്കെ വരുള്ളൂ. സോ അഡ്വാൻസസ് ഇൻ ടെക്നോളജി ക്യാൻ ക്രിയേറ്റ് ന്യൂ പ്രോഡക്ട്സ്, സർവീസസ് ആൻഡ് ക്യാൻ ഓൾസോ ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് വൺസ്, വിച്ച് ക്യാൻ ലീഡ് ടു increased competitions as companies try to differentiate themselves and gain market share. പല കാര്യം കമ്പനീസിനെ തളർത്തിയും അല്ലെങ്കിൽ എങ്ങനെ ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് ഷെയർ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും അങ്ങനെ പിന്നെ ബെറ്ററായിട്ട് എങ്ങനെ ഒരാളുടെ സൂപ്പറായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ നോക്കുന്നതാണ് ടെക്നോളജിയും കോമ്പറ്റീഷൻ്റെ ഒരു ഇന്റർ റിലേഷൻഷിപ്പ്. സോ അഡ്വാൻറ്റേജസ് എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ ടെക്നോളജിയിൽ ഉണ്ടാവേണ്ടതിനുള്ള നമുക്ക് ഉണ്ടാവണ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്തെങ്കിലും. ഒന്ന്, ഇന്നോവേഷൻ ഡ്രൈവ് ചെയ്യും. രണ്ട്, എഫിഷ്യൻസി. ഇന്നോവേഷൻ നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുക. കാരണം കോമ്പറ്റീഷൻ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് ആവുകയാണ്. എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നമുക്ക് പുതിയ ഇന്നോവേഷൻ ഉണ്ടായാലാണ് നമുക്ക് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുതിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മുടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ഒക്കെ കിട്ടുള്ളൂ. സോ പുതിയൊരു ഇന്നോവേഷൻ ഉണ്ടാക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഫിലിപ്സ് എന്ന് പറയാം, ഇന്നോവേഷൻ ആൻഡ് ഫിലിപ്സ്, അങ്ങനെ തന്നെയാണ് അവരുടെ ടാഗ് ലൈൻ. സോ അവിടെ എന്താ കോമ്പറ്റീറ്റേഴ്സായി പിടിച്ചിരിക്കാൻ വേണ്ടി അവർ ചെയ്യണം ഓരോ ടാക്ടിക്സ്, അവർ പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്നതാണ്. സോ ടെക്നോളജി ആൻഡ് കോമ്പറ്റീഷൻ ഡ്രൈവ്സ് ഇന്നോവേഷൻസ് ആസ് കമ്പനീസ് ട്രൈ ടു ഡെവലപ്പ് പുതിയ ടെക്നോളജി, പുതിയ പ്രൊഡക്ട്സ്, സർവീസസ് എങ്ങനെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനായിട്ട് എങ്ങനെ വ്യത്യസ്തമായി ചെയ്യാം, അതൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. സോ അത് പുതിയ ഇന്നോവേഷനെ ഡ്രൈവ് ചെയ്യും. അതാണ് ഇന്നോവേഷൻ. എഫിഷ്യൻസി. കോമ്പറ്റീഷൻ ക്യാൻ ഡ്രൈവ് ബിസിനസ്സസ് ടു ബി മോർ എഫിഷ്യൻറ്റ് ഇൻ ദിയർ യൂസർ ടെക്നോളജി. അത് മാത്രമല്ല, കോമ്പറ്റീഷൻ വരികയാണ് മറ്റൊരാളുടെ നിന്ന് എങ്ങനെ വേറിട്ട് നമുക്ക് നമ്മുടെ ഉള്ള ടെക്നോളജി എങ്ങനെ ബെറ്റർ ആക്കിയിട്ട് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടി കസ്റ്റമേഴ്സിനെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാം, ഇതൊക്കെ നോക്കുന്നതാണ് എഫിഷ്യൻസി. സോ ഇത് മനസ്സിലാകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുക, നമ്മൾ ഇത് കുറേശ്ശെ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സോ ക്വാളിറ്റി മാനേജ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്നോളജി നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്ക് രണ്ടിൻ്റെ ഒരു മിക്സ് ചെയ്ത് എഴുതാന്നുള്ളത്. സോ കൺസ്യൂമർ ബെനിഫിറ്റ്സ്. സോ പിന്നുള്ളതാണ് കൺസ്യൂമർ എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ക്യാൻ ലീഡ് ടു ലോവർ പ്രൈസസ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ നമ്മളൊരു കട നടത്തുകയാണെങ്കിൽ അപ്പുറത്ത് വേറെ ആൾക്കാർ വേറെ സെയിം കട നടത്തുകയാണെങ്കിൽ നമ്മൾ എന്താ നോക്കുക, കച്ചവടം പിടിക്കാനായിട്ട് പ്രൈസ് കുറഞ്ഞ രീതിയിൽ മാക്സിമം വിൽക്കാൻ നോക്കും. ആ സംഭവം തന്നെ ബെറ്റർ ക്വാളിറ്റിയിലും പിന്നെ എന്താ ലോ പ്രൈസ് കൊടുത്തുകൊണ്ടും പിന്നെ കൺസ്യൂമേഴ്സിന് പുതിയ ചോയ്സ് കൊടുക്കുകയാണ്. നമ്മൾ അപ്പുറത്ത് ഒരാളുണ്ട്, ഇപ്പുറത്ത് ഞാനുണ്ട്, എൻ്റെ ആരുടെ ആണ് ബെറ്റർ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിനുള്ളൊരു അങ്ങനെ ഒരു ഇത് കൊടുക്കണം. അപ്പോൾ കൺസ്യൂമറിന് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയാണ്. അപ്പോൾ ബിസിനസ് ഇങ്ങനെ വളരും തോറും പുതിയ ബെറ്റർ പ്രൊഡക്ട്സും സർവീസസും ഒക്കെ കൂടുതൽ നല്ല അട്രാക്റ്റീവ് പ്രൈസസിൽ എടുക്കുകയാണ്. ആദ്യ സെയില്, കല്യാൺ സെയില്, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഒന്നിൻ്റെ ഓഫറിൽ പോകുന്നത്, അതൊക്കെയാണ് സംഭവം. എക്കണോമിക് ഗ്രോത്ത്. ടെക്നോളജി ആൻഡ് കോമ്പറ്റീഷൻ ക്യാൻ ഡ്രൈവ് എക്കണോമിക് ഗ്രോത്ത് ബൈ ക്രിയേറ്റിംഗ് ന്യൂ ഇൻഡസ്ട്രീസ് ആൻഡ് ജോബ്സ്. അപ്പോൾ പുതിയതായി ഇപ്പോൾ ടെക്നോളജി കോമ്പറ്റീഷൻ കൂടുമ്പോൾ പുതിയ ഇൻഡസ്ട്രീസ് വരും, പുതിയ ആൾക്കാർക്ക് കൂടുതൽ ജോബ്സ്. ഇപ്പോൾ നമ്മളറിയാം, ഇപ്പോൾ എത്ര ആൾക്കാർ ഈ ക്ലോത്തും ഇതൊക്കെ അതിൻ്റെ ഫാസ്റ്റ് ഫാഷൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പോയി ചെയ്യുന്നുണ്ട്, ട്രെൻഡ്സ് അവിടെ ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ എന്തൊക്കെയോ അങ്ങനെ കുറേ സ്ഥലത്ത് സാധനങ്ങളുണ്ട്. ഫെസിയോ, പിന്നെ എന്താ കല്യാൺ 99, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ പുതിയത് വരുന്നില്ല. അത് അവരൊക്കെ കുറേ ആൾക്കാർ ജോബ്സ് കിട്ടുകയാണ്. അതിനനുസരിച്ച് ജോബും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രീസ് വലുതാവുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് പക്കയാവുക, ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. സോ എക്കണോമിക് ഗ്രോത്ത്. പിന്നുള്ളത് ഗ്ലോബലൈസേഷൻ. ടെക്നോളജി നമുക്ക് കോമ്പറ്റീഷൻ ഗ്ലോബൽ ലെവലിലേക്ക് ഉണ്ട്. ഇപ്പോൾ ചെറിയ ബിസിനസ് വരെ
പുറത്തേക്ക് കാര്യങ്ങൾ പുതിയ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, മാർക്കറ്റ് കൂടാൻ തുടങ്ങി. അവരുടെ കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് മാത്രമല്ല നമുക്ക് പുറത്തുനിന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവർക്ക് പുറത്തുനിന്ന് കുറേ സെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഐഡിയ ക്രോസ് ബോർഡേഴ്സ്, പിന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സർവീസസ്, അവർ ഫുള്ള് ഗ്ലോബലി ആണ് നിറഞ്ഞു നിൽക്കണം. സോ ഗ്ലോബലൈസേഷൻ, ഡിജിറ്റലൈസേഷൻ ആണ് പിന്നെ അടുത്തത്. ടെക്നോളജി ഹാസ് എനേബിൾഡ് ഡിജിറ്റലൈസേഷൻ ഓഫ് മെനി ബിസിനസ്സസ് ആൻഡ് ഇൻഡസ്ട്രീസ്. എന്നുവെച്ചാൽ കുറേ ആൾക്കാർ കുറേ ബിസിനസ് ഇൻഡസ്ട്രീസ് ഒക്കെ ഡിജിറ്റലൈസ്ഡ് ആവുമെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് ഡിജിറ്റലാണ്? കാരണം കാലം മാറുന്നതിനനുസരിച്ച് ബിസിനസ്സും മാറണം, ആൾക്കാരും മാറും. സോ അവരതിനനുസരിച്ച് ഡിപ്പെൻഡ് ആവുന്നത് ഡിജിറ്റലൈസേഷൻ ആണ്. സിമ്പിളായിട്ട് പറയുന്ന ഒരു സംഭവമാണ്, നമ്മൾ കടയിൽ ഒരു സാധനം മേടിക്കാൻ പോയാൽ പണ്ട് നമ്മൾ പൈസ കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പം നമുക്ക് സ്കാൻ ചെയ്താൽ മതി. സംഭവം സിമ്പിൾ, അത്രേ ഉള്ളൂ. അതാണ് ഡിജിറ്റലൈസ് ആവുക എന്ന് പറയുന്നത്. പ്രോസസ്സും കാര്യങ്ങളും നമ്മൾ കോസ്റ്റ് സേവിങ്സ് ഒക്കെ ഓട്ടോമേറ്റഡ് ആണ്. പേഴ്സണലൈസേഷൻ. With the help of technology, businesses are able to personalize their offerings, resulting in better customer experience and increased retention. ഇപ്പോൾ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ബിസിനസ്സിന് കൂടുതൽ കാര്യങ്ങൾ പേഴ്സണലൈസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളത് എന്ന് വെച്ചാൽ ഇത്ര ഇതിൻ്റെ ഉള്ളിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ചില ക്രിയേറ്റേഴ്സിൻ്റെ നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ അത് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ പേഴ്സണലൈസ് ചെയ്യാൻ തുടങ്ങി. റിസൾട്ടിങ് ബെറ്റർ നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ്. ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോം, നമുക്ക് അതിൽ പൈസ ആണെങ്കിൽ നമ്മൾ ഇത്ര പൈസ കൊടുക്കണം. ആ സംഭവം ഇൻക്രീസ് റേറ്റ്, അപ്പോൾ കൂടുതൽ റിട്ടൻഷൻ ആവണം. അപ്പോൾ ആൾക്കാരെ അതിലേക്ക് കൂടുതൽ എൻഗേജ് ആവണം, പിന്നെ അതൊരു ചോയ്സ് എടുക്കുകയാണ് ചെയ്യണം. സോ പേഴ്സണലൈസേഷൻ. സോ ഡിസഡ്വാൻറ്റേജ് ഓഫ് ടെക്നോളജി കോമ്പറ്റീഷൻസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജ്. ഡിസ്റപ്ഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. നമുക്കറിയാം ഡിജിറ്റലൈസേഷൻ വരുമ്പോൾ ട്രഡീഷണലായിട്ട് മുന്നാക്കാൻ പോകാൻ പറ്റാത്ത ഇൻഡസ്ട്രീസിന് അത് വളരെ വലിയ ഡിസ്ട്രപ്ഷൻ ആണ്. എന്ന് വെച്ചാൽ കുറേ ജോബ് ലോസ് ആവും, പിന്നെ എക്കണോമിക് ലെവലിൽ അവർക്ക് താഴേക്ക് പോകും. സോ ബിസിനസ് മോഡൽ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓൾഡർ ആയിട്ടുള്ള ബിസിനസ് മോഡൽ എങ്ങനെ റീപ്ലേസ് ചെയ്താലാണ് പറ്റുള്ളൂ, അല്ലാതെ അവർക്ക് നിലനിൽപ്പിന് വകയില്ലാതെ വരും. സോ അതൊരു പ്രശ്നമാണ് ടെക്നോളജി കോമ്പറ്റീഷൻ വരുമ്പോൾ. ഇനീക്വൽ ബെനിഫിറ്റ് ഓഫ് ടെക്നോളജി കോമ്പറ്റീഷൻ മേ നോട്ട് ബി ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ടെക്നോളജിക്കും കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ബെനിഫിറ്റ് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് എന്താ പറയുക അതിജീവിച്ച് പോരാൻ പറ്റില്ല. സോ അതൊരു ഇനീക്വാലിറ്റി ആണ് അവിടെ. അത് ഇപ്പോൾ എന്താ പറയുക കൂടുതൽ ഇൻകം ഗ്രേറ്റർ ആയിരിക്കും, പിന്നെ വെൽത്തിൽ വരുന്ന ഇനീക്വാലിറ്റി അതൊക്കെ വരും, സർവ്വസാധാരണമാണ് അതൊക്കെ. പിന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺ. ചിലവർക്ക് പേഴ്സണൽ ഡാറ്റ നമുക്ക് കളക്ട് ആവും, ഷെയർ. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഒരു 100 കൂട്ടം വെബ്സൈറ്റ് ഉണ്ടാവും, 100 കൂട്ടം ആപ്സ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ കളക്ട് ചെയ്യുന്നത് നമുക്ക് ആർക്കറിയാം. ആ സംഭവമാണ് പേഴ്സണൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ്. സോ ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജി. ബിസിനസ്സസ് ആർ ഇൻഡിവിജ്വൽസ് മേക്ക് ബിക്കം ടു ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി. പിന്നെ കുറേ ടെക്നോളജിയിൽ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ ആ സൈഡിലൊന്നും നോക്കാതെ നമ്മൾ കൂടുതലും കസ്റ്റമറിനെ ഡിപ്പെൻഡ് ആവാതെ കൂടുതൽ ടെക്നോളജി നമ്മൾക്ക് പക്കയാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടുന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ ഒരു ബിസിനസ്സും ഉണ്ട്. സോ അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ അവർ കൂടുതൽ ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ആണ്. അതാണ് പറയുന്നത് ടെക്നോളജിയിൽ ഫുള്ളായി ഡിപ്പെൻഡ് ചെയ്യരുത്. ടെക്നോളജി അറ്റ് ലാസ്റ്റ് കസ്റ്റമർ, അതാണ് സംഭവം. ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്. ടെക്നോളജി ചിലപ്പോൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നമുക്കറിയാം, ഓൺലൈൻ മീറ്റിംഗ്സ് വരുന്നത്, പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് വരുമ്പോൾ പിന്നെ വരണതിൽ പിന്നെ സോഷ്യൽ കണക്ഷൻസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സസ് ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് നല്ലതാണ്, വേറൊരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് കുറയ്ക്കുകയാണ്. പണ്ടത്തെ ഒരു രീതി ഇപ്പോഴത്തെ ഒരു രീതി വ്യത്യാസമാണ്. സോ അങ്ങനെ വരുന്ന എന്തൊക്കെ ടെക്നോളജീസ് ആണ് വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. സോ അത്ര തന്നെ. അടുത്തത് പിന്നെ നമ്മൾ നോക്കുന്നത് പിന്നെ കഴിഞ്ഞിട്ടില്ല, ഷോർട്ട് ടേം ഫോക്കസ്. കോമ്പറ്റീഷൻ മേ ലീഡ് ടു ഷോർട്ട് ടേം ഫോക്കസ് ഓൺ പ്രോഫിറ്റ്സ് ആൻഡ് മാർക്കറ്റ് ഷെയർ. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി നോക്കില്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ബിസിനസ് നമ്മളെല്ലാവരുടെയും ഒരു ഇത് എന്നിട്ട് ഹൗ ടു മേക്ക് മണി, എത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കി എത്ര പെട്ടെന്ന് റിച്ച് അങ്ങനെ സാധനം നോക്കുക. സോ ആ ഒരു ഇത് വെച്ച് നോക്കിയത് ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് ഏറ്റവും പെട്ടെന്ന് നോക്കുക, എത്ര പെട്ടെന്ന് എനിക്ക് പൈസ കിട്ടണം, എത്ര പെട്ടെന്ന് പൈസ തിരിച്ചു വരണം. ഒരു ലോങ് ടേം ആയിട്ട് അവർ ചിന്തിക്കില്ല. ഷോർട്ട് ടേം ആയിട്ട് ഇത്ര ഇത് ഇറക്കി കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് പൈസ കിട്ടണം, അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഇത്ര മാർക്ക് ഷെയർ കിട്ടണം. അങ്ങനെ ഒരു ഷോർട്ട് ടേം ഫോക്കസ് ആയി പോകുമ്പോൾ അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും സസ്റ്റൈനബിലിറ്റി ഒക്കെ മറന്നു പോവാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഉണ്ടാവില്ല, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അവർ എടുക്കണമെന്നില്ല. ആ ഒരു സംഭവമാണ് ഷോർട്ട് ടേം ഫോക്കസ്. കോസ്റ്റ് ഓഫ് എൻട്രി ആൻഡ് മെയിൻ്റെനൻസ്. സ്മോൾ ബിസിനസ് ആൻഡ് ന്യൂ സ്റ്റാർട്ടേഴ്സ് മേ ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു കോമ്പീറ്റ്. ശരിയാണ്, ഇത് വളരെ നല്ലൊരു കറക്റ്റായിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ പുതുതായി വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനീസ് വളരെ വലിയൊരു രീതിയിൽ നിൽക്കുക, അവർ വലിയ ജൈൻറ്റ് പോലെ അവിടെ നിൽക്കുക. അപ്പോൾ ചെറിയ പുതിയതായി വരുന്ന സ്റ്റാർട്ടേഴ്സ് അതിൻ്റെ ഡേ കൂടെ ഒന്ന് വളർന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് ശ്രമിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. സോ അതാണ് കോസ്റ്റ് ഓഫ് എൻട്രി ആൻഡ് മെയിൻ്റെനൻസ്. സോ നമ്മൾ 7 പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 8 പോയിന്റ്സ് ഇമ്പോർട്ടൻസ് ആണ്. സോ അത്യാവശ്യം ഞാൻ എക്സാമ്പിൾസ് ബേസ് ആണ് അത് ചെയ്ത് നോക്കുന്നത്.
അപ്പോൾ ആ ഒരു എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് അതൊരു ബിസിനസ് നമുക്കത് ചെയ്യാമെന്നുള്ളൂ. ഇതാണെന്നുള്ളൂ. ആ സംഭവം പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നോളജി ആൻഡ് കോമ്പറ്റീഷൻ. പിന്നെ ഓർഗനൈസേഷൻ ടെക്നോളജി അറ്റ് എൻ്റർപ്രൈസ് ലെവൽ. പിന്നുള്ളതാണ് എൻ്റർപ്രൈസ് ലെവലിൽ ടെക്നോളജി നമ്മളങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഫസ്റ്റ് പ്രോസസ് ഓഫ് മാനേജിങ് യൂട്ടിലൈസിംഗ് ടെക്നോളജി വിത്തിൻ എ ബിസിനസ് ആൻഡ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എങ്ങനെ ഇപ്പോൾ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ ആ ടെക്നോളജി അവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടെക്നോളജി എങ്ങനെ നല്ല രീതിക്ക് എന്താ പറയുക മാനേജ് ചെയ്തിട്ടും അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുന്നതാണ് ഓർഗനൈസേഷൻ ലെവൽസ് ഓഫ് എൻ്റർപ്രൈസ് ലെവൽ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ടെക്നോളജിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്, ഇൻഫ്രാസ്ട്രക്ചറിൽ ഉപയോഗിക്കാൻ പോകുന്നത്, എങ്ങനെ അത് നമ്മൾ അവിടെ ആൾക്കാരുടെ ഇടയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതോ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിക്കേണ്ടി വരുമോ, അങ്ങനത്തെ ഓരോരുത്തരൊക്കെ നോക്കുന്നതാണ് ഓർഗനൈസ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ടെക്നോളജി യൂസ് ടു എഫക്റ്റീവ്ലി എഫിഷ്യൻ്റ്ലി സപ്പോർട്ട് ഗോൾസ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു ഒബ്ജക്റ്റീവ് ഗോൾസ് ഉണ്ടായിരിക്കും. ആ ഗോൾസ് സപ്പോർട്ട് ചെയ്യാനോ എഫിഷ്യൻ്റ് ആയിട്ട് അത് സ്മൂത്ത്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുന്നൊരു സംഭവമാണ് ടെക്നോളജി ഓർഗനൈസേഷൻ അറ്റ് എൻ്റർപ്രൈസ് ലെവൽ. സോ എന്തുകൊണ്ടാണ് എൻ്റർപ്രൈസ് ലെവലിൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? ഒന്ന്, നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ അലൈൻഡ് ആയി പോകണം. കാരണം ബിസിനസ് സ്ട്രാറ്റജി ഒന്നും നമ്മൾ എടുക്കാൻ പോകുന്ന ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടെക്നോളജി വേറെ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊരു നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. സോ അതാണ് ഓർഗനൈസിങ് അലൈൻമെൻറ്റ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജി. ദ എൻ്റർപ്രൈസ് എൻഷ്യൂർ ദാറ്റ് ഓർഗനൈസേഷൻ ടെക്നോളജി സ്ട്രാറ്റജി ഓർഗനൈസേഷൻ്റെ ടെക്നോളജി സ്ട്രാറ്റജി ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് ഒത്തുചേർന്ന് പോകുന്നു. ഒപ്പം തന്നെ അത് അവരുടെ ഗോൾസിന് ഒബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പുവരുത്തണത് അലൈൻമെൻറ്റ് വിത്ത് ബിസിനസ് സ്ട്രാറ്റജി. 2, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ബൈ എഫക്റ്റീവ്ലി മാനേജിങ് യൂട്ടിലൈസിംഗ് ടെക്നോളജി ഓർഗനൈസേഷൻ ക്യാൻ ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. സോ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ ബിസിനസ് സ്ട്രാറ്റജി ഇതായിട്ടുള്ള സെയിം ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജി സെയിം ആയിട്ടുള്ള ഒരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവിടുത്തെ ആൾക്കാർക്കും എളുപ്പമായിട്ട് മാനേജ് ചെയ്യാമെന്നും ഒപ്പം തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണം. ആ ടെക്നോളജി അപ്പോൾ ഈ കാര്യം ഉറപ്പ് വരുത്തണം. പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ആ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ബാഡ് ഡിസിഷൻ മേക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് നല്ല ആക്യുറേറ്റും നല്ല ടൈംലി ആയിട്ടുള്ള സമയത്തിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയും ഇൻഫോർമേഷൻസും കൊടുക്കാൻ കെൽപ്പുള്ള ഒരു ടെക്നോളജിയെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ടെക്നോളജി ആയിരിക്കണം അതും. സോ അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഓർഗനൈസേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടെക്നോളജിക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഒത്തുചേർന്ന് പോകണം. പിന്നെ കസ്റ്റമർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യണം, എന്ന് വെച്ചാൽ കൂട്ടണം. അപ്പോൾ ഈ ടെക്നോളജി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ ഒരു ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കസ്റ്റമറിന് സപ്പോർട്ട് കൊടുക്കുന്നതും ഒപ്പം തന്നെ അങ്ങനത്തെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ എളുപ്പമാവുന്നതും ഒപ്പം തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കസ്റ്റമർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് റിലേഷൻഷിപ്പ് ഈ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൂടുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പിന്നുള്ളത് കോസ്റ്റ് സേവിങ്. ഈ ടെക്നോളജി ഞാൻ ഈ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത എൻ്റെ ടെക്നോളജിയിലെ ഓർഗനൈസേഷനിലത്തെ റിസോഴ്സസ് എനിക്ക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനും പിന്നെ എഫേർട്സ് കുറേ അധികം വേസ്റ്റ് ആയി പോവാതെയും പിന്നെ എവിടെയെങ്കിലും ശരിക്കും കറക്റ്റ് കാര്യങ്ങൾ നടക്കില്ലെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും ഈ ഒരു സംഭവങ്ങളോട് പറ്റുകയാണെങ്കിൽ ഞാൻ അവിടെ എൻ്റെ കോസ്റ്റ് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ 6, ഇന്നോവേഷൻസ് ആൻഡ് കോമ്പറ്റീറ്റൻസ്. അപ്പോൾ ഈ ഒരു നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ടെക്നോളജി എല്ലാ ലെവലിലും ഓർഗനൈസേഷൻസിൻ്റെ കറണ്ട് എപ്പോഴും ടെക്നോളജിക്ക് അനുസരിച്ച് ചേഞ്ചിനും ട്രെൻഡ്സിനും അനുസരിച്ച് കോപ്പപ്പ് ചെയ്ത് ഒരുമിച്ച് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്ന ഒരു ടെക്നോളജി, അതൊരു ഇന്നോവേറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ എടുക്കാനും ഒപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീവ് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലൊരു ടെക്നോളജിയും കൂടി ആവുകയാണെങ്കിൽ അത് ഓർഗനൈസേഷന് വളരെയധികം നല്ലതാണ്. സോ ഇപ്പോൾ ഈ പറഞ്ഞ 6 പോയിന്റ്സ് ഇതാണ്. നമ്മുടെ ഒരു ടെക്നോളജി നമ്മളൊരു ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. പിന്നുള്ളതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടെക്നോളജി ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു റിസ്ക് അല്ലെങ്കിൽ എന്തൊക്കെ റിസ്ക്കാണ് വരാൻ പോകുന്നത് മുൻകൂട്ടി അറിയാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യാം. സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെൻറ്റിലൂടെ സാധിക്കുകയാണെങ്കിൽ അതും നല്ലത്. സോ അതാണ് ടെക്നോളജി ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളല്ല എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി അടുത്തതാണ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്. സോ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് നോക്കുക. സോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ.